ഇന്ന് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ 7ാം ഭാഗം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു ദിവസം ഇംഗ്ലീഷുകാരൻ്റെ കയ്യിൽ നിന്നും വായിക്കാൻ വാങ്ങിയിരുന്ന പുസ്തകങ്ങൾ അയാൾക്ക് തന്നെ അവൻ തിരിച്ചു കൊടുത്തു. എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? അയാളുടെ വാക്കുകളിൽ കൂടുതലായി ഒരു ഉത്സാഹം. തനിക്ക് താല്പര്യമുള്ള വിഷയം, അതിൽ ചങ്ങാതി കൂടി കുറച്ച് വിവരമുണ്ടെങ്കിൽ വർത്തമാനത്തിന് രസം കൂടുമല്ലോ. ഈയിടെ കേൾക്കുന്നതും പറയുന്നതുമെല്ലാം യുദ്ധവാർത്തകൾ മാത്രം. മടുത്തിരിക്കുന്നു. ഊവെ, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, അവൻ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന് ഒരു ആത്മാവുണ്ട്. അത് കണ്ടെത്താൻ കഴിയുന്ന ആൾക്ക് പ്രകൃതിയുടെ ഭാഷയും വശമാക്കാൻ കഴിയും. പണ്ടത്തെ ആൽക്കമിസ്റ്റുകൾ ഈ ആത്മബോധം കൈവരിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത് കണ്ടെത്താനായത്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ, ചിന്താമണിയെ, പ്രാണസുതയെ. ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു മരതകല്ലിൻ്റെ ഉപരിതലത്തിൽ കുറിച്ചിടാവുന്നതേ ഉള്ളൂ. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇംഗ്ലീഷുകാരന് നിരാശ തോന്നി. അയാൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് സ്വന്തം സഞ്ചികളിൽ ഒതുക്കി വെച്ചു. എന്നിട്ട് നേരിയ മുഷിച്ചിലോട് പറഞ്ഞു, നീ നിൻ്റെ ഒട്ടകങ്ങളുടെ പിന്നാലെ തന്നെ പൊയ്ക്കോ. അവയിൽ നിന്നും എനിക്കുമൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല. ഓരോരുത്തർക്കും പഠിക്കാനും മനസ്സിലാക്കാനും അവനവൻ്റേതായ രീതികളുണ്ട്. തൻ്റെ രീതിയല്ല അയാളുടേത്. അതുപോലെ തന്നെ മറിച്ചും. മണൽക്കാട്ടിലെ നിശബ്ദത, ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും ചവിട്ടേറ്റ് ഉയർന്ന മണൽത്തരികൾ. അവൻ്റെ മനസ്സ് വീണ്ടും ആലോചനയിൽ മുഴുകി. എന്നാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുക. ആ നിലയ്ക്ക് ഞാൻ അയാളെ ബഹുമാനിക്കുന്നു, അവൻ തന്നെത്താൻ പറഞ്ഞു. പക്ഷേ അവൻ്റെ ഒട്ടകക്കാരൻ മാത്രം യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകമായ ഒരു ഭയമോ ആശങ്കയോ പ്രകടിപ്പിച്ചില്ല. ജീവിച്ചിരിക്കുന്നു, അത് തന്നെ വലിയ കാര്യം. ഒരു രാത്രി അത്താഴത്തിനിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ആഹാരം കഴിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി, യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ശ്രദ്ധയും അതിൽ. മരണത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നായാലും ഒരുപോലെ. ഒരു നിമിഷം അയാൾ ആലോചനയിൽ സ്വയം മറന്നിരുന്നു. പിന്നെ വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വരും കാലത്തെക്കുറിച്ചോ ചിന്തിച്ച് ഞാൻ അസ്വസ്ഥനാകാറില്ല. ദാ ഈ ഒരു നിമിഷം അതിനെക്കുറിച്ച് മാത്രമേ ഗൗനിക്കേണ്ടൂ. എങ്കിലേ ജീവിതത്തിൽ സന്തുഷ്ടി കൈവരിക്കാനാവും. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നു, താഴെ മരുഭൂമിയിലുണ്ട് ജീവിതം. ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം മനുഷ്യ സഹജം മാത്രം. ജീവിതമെന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നിമിഷം മാത്രം എന്ന് കാണാനാകണം. പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉത്സവ ഛായയായിരിക്കും. അവൻ അതിരാവിലെ തന്നെ ഉണർന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ കണ്ട സ്ഥാനത്ത് കണ്ണെത്താ ദൂരത്തോളം നിരന്തരയായി ഈന്തപ്പനകൾ. എന്നിട്ടും അവനത്ര സന്തോഷമൊന്നും തോന്നിയില്ല. മരുഭൂമിയുടെ നിശബ്ദതയുമായി അവൻ നല്ലവണ്ണം ഇണങ്ങിക്കഴിഞ്ഞിരുന്നു. അകലെയുള്ള ആ മരങ്ങളുടെ പച്ചപ്പ് നോക്കിക്കൊണ്ടിരിക്കുക, അത് തന്നെ ഒരു രസമായിരുന്നു. തനിക്കിനിയും വളരെയധികം ദൂരം സഞ്ചരിക്കാൻ ബാക്കിയുണ്ടല്ലോ എന്നവൻ ഓർത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രഭാതം വെറും ഒരു ഓർമ്മ മാത്രമായി തീരും എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്നത് ശരിയാണോ? ഒട്ടേക്കൻ്റെ വാക്കുകൾ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. ദാ ഈ ഒരു നിമിഷമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ, അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. കഴിഞ്ഞു പോയതല്ല, വരാനിരിക്കുന്നതുമല്ല. കഴിഞ്ഞകാല അനുഭവങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അതിനിടയിൽ ഇപ്പോൾ ഇന്ന് ഈ നിമിഷം മുറുകെ പിടിക്കേണ്ടത് അതിനെയാണ്. കാലം കടന്നു പോകുന്ന എത്ര വേഗത്തിലാണ്. അതുപോലെ തന്നെയാണ് ഈ ഒട്ടകങ്ങളും. തിടുക്കത്തിൽ നടന്നകലുന്നു. അകലെ മാറിയിരുന്നു കാഴ്ചകൾ കാണുവേ ആൽക്കമിസ്റ്റ് ആലോചിച്ചു. നൂറുകണക്കിന് കുതിരകളും ഒട്ടകങ്ങളും ആളുകളും ആ മരുപ്പച്ചയിലേക്ക് ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലത്തുള്ളവർ വന്നു ചേരുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒച്ച വയ്ക്കുന്നു. മൃഗങ്ങളുടെ കുളമ്പടി ഉയർത്തുന്ന പൊടി സൂര്യനെ ഏതാണ്ട് മറച്ചിരിക്കുന്നു. പുതിയതായി വന്നെത്തിയവരെ കണ്ടിട്ട് കുട്ടികൾ കാണിക്കുന്ന ഉത്സാഹം ഒന്നും പറയാനില്ല. നാട്ടുകൂട്ടത്തിൻ്റെ തലവന്മാർ യാത്രാ സംഘത്തിൻ്റെ നേതാവിനെ പ്രത്യേകം വിളിച്ചിരുത്തി ഉപചരിക്കുന്നു, വിശേഷങ്ങൾ അന്വേഷിക്കുന്നു. ആൽക്കമിസ്റ്റ് ഇതൊന്നും അത്ര കാര്യമായി എടുത്തില്ല. മരുഭൂമിയിലെ സാധാരണ പതിവുകൾ മാത്രം. ഇതുപോലെ എത്രയോ യാത്രാ സംഘങ്ങൾ വരുന്നു പോകുന്നു. ആൽക്കമിസ്റ്റ് എഴുന്നേറ്റു. തന്നെ മാത്രം അന്വേഷിച്ചു വരുന്ന ഏതോ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ആരാണ് ഏതാണ് എന്നറിയില്ല, പക്ഷെ ഉണ്ട് എന്ന് തീർച്ച. നിമിത്തങ്ങൾ അങ്ങനെ സൂചിപ്പിക്കുന്നു. താൻ പഠിച്ച വിദ്യകൾ ചിലത് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. ആളെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാവില്ല. ആരായാലും അർഹതപ്പെട്ട ആൾ ആയാൽ മതി. ഇതിനു മുമ്പുണ്ടായിരുന്ന ശിഷ്യൻ മിടുക്കനായിരുന്നു. അതുപോലെയാണ് ഇയാളുമെങ്കിൽ മതിയായിരുന്നു. നോക്കി നിൽക്കെ അവൻ്റെ മനസ്സിൽ മാനം മുട്ടെ വളർന്നു വിസ്മയം. അവനെ വിശ്വസിക്കാനായില്ല.
മരുപ്പച്ച എന്നാൽ ഒരു തെളിനീർ കിണറും അതിനു ചുറ്റും വളർന്നു നിൽക്കുന്ന ഏതാനും ഈന്തപ്പനകളും എന്നായിരുന്നു സാന്റിയാഗോൻ്റെ ധാരണ. മുമ്പ് വായിച്ചിട്ടുള്ള ഭൂമിശാസ്ത്ര പുസ്തകങ്ങളിലും മരുപ്പച്ചയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഏതാണ്ടൊക്കെ ഇതേ മട്ടിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ മുമ്പിൽ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നത് സ്പെയിനിലെ ഒരു സാധാരണ പട്ടണത്തെക്കാളും വലിയൊരു പ്രദേശം. 300 കിണറുകളും 50,000-ൽ പരം ഈന്തപ്പനകളും അവയ്ക്കിടയിൽ ഒട്ടനവധി കൂടാരങ്ങളും. ഇംഗ്ലീഷുകാരന് തിടുക്കം ആൽക്കമിസ്റ്റിനെ കാണാനായിരുന്നു. എന്നാലും അയാൾ പ്രകടമാക്കിയ തൻ്റെ ഉള്ളിൽ ഉണർന്നു വന്ന അടക്കാനാവാത്ത അത്ഭുതം. മരുഭൂമിയിലെ ഏകാന്തതയും നിശബ്ദതയും ഇവിടെ എത്തിയപ്പോൾ ഏതോ വിദൂര സ്മരണയായി. യാത്രക്കാരുടെ ശ്വാസം വിടാതെ കണ്ടുള്ള സംസാരം, ഉച്ചത്തിലുള്ള വിളികളും ചിരികളും, ഏതോ അലൗകികമായ ലോകത്തു നിന്നും ഇപ്പോൾ സാധാരണക്കാരുടെ ലോകത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് പോലെ പറഞ്ഞറിയിക്കാനാകാത്ത ഒരു ആശ്വാസം, ആഹ്ലാദം. ഇതിനൊക്കെ ഇടയിലും അവൻ്റെ മനസ്സ് ആ നിധിയുടെ ചുറ്റും വട്ടം കറങ്ങുകയായിരുന്നു. ലക്ഷ്യത്തോട് അടുക്കും തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് പോലെ. ജ്ഞാനിയായ രാജാവ് പറഞ്ഞതുപോലെ ആരംഭക്കാരൻ്റെ ഭാഗ്യം തന്നെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചിരിക്കുന്നു. ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ തുടങ്ങിയ യാത്ര എന്തെന്ന് പരീക്ഷണങ്ങളാണ് തൻ്റെ മുമ്പിൽ വന്നുപെടുന്നത്. ക്ഷമയും കരുത്തും ധൈര്യവും ആരോ പിന്നെയും പരീക്ഷിക്കുകയാണോ? ധൃതിയും ക്ഷമക്കേടും കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇടം വലം നോക്കാതെ മുന്നോട്ട് കുതിച്ചാൽ വഴിയിൽ തനിക്കായി വിധി കുറിച്ചിട്ടുള്ള ലക്ഷണങ്ങളും നിമിത്തങ്ങളും കാണാതെ പോകും, അതുറപ്പ്. ഈശ്വരൻ മനുഷ്യൻ്റെ വഴിയിൽ നാട്ടിവെച്ചിട്ടുള്ള ഓരോരോ ചൂണ്ടുപലകകൾ. അവന് അതിശയം തോന്നി. എത്ര ഗൗരവത്തോടെയാണ് ഈ വക കാര്യങ്ങൾ താനിപ്പോൾ കണക്കാക്കുന്നത്? ഇത്രയും നാളും നിത്യജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾ എന്ന് കരുതി അവഗണിച്ചവയാം. ഉണ്ണലും ഉറങ്ങലും പ്രേമവും ഉദ്യോഗവും ഒന്നിൻ്റെ പുറകിലും അതിൻ്റേതായ അർത്ഥവും ഭാവവും മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് താൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ലല്ലോ. ക്ഷമിക്കാൻ പഠിക്കൂ, അവൻ സ്വയം ശാസിച്ചു. ആ ഒട്ടേക്കാരൻ പറഞ്ഞതാണ് ശരി. ഉണ്ണാനിരിക്കുമ്പോൾ ഉണ്ണുക, എഴുന്നേറ്റ് നടക്കാൻ സമയമായാൽ നടക്കുക. രണ്ടുപേരും കൂടി പുറത്തേക്കിറങ്ങി ആൽക്കമിസ്റ്റിനെ തിരഞ്ഞ്. വലിയ പ്രയാസമുണ്ടാകാൻ വഴിയില്ല എന്നായിരുന്നു വിചാരം. തിരഞ്ഞു ചെന്നപ്പോഴാണ് മനസ്സിലായത്, അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ 1000 കൂടാരങ്ങളുണ്ട്. എവിടെയാണ് കയറി ചെന്ന് തിരക്കുക? ഒരു പകൽ മുഴുവൻ വെറുതെ കളഞ്ഞു. ഇംഗ്ലീഷുകാരൻ ഖേദം പ്രകടിപ്പിച്ചു. നടന്ന് വലഞ്ഞ് ക്ഷീണം തീർക്കാൻ രണ്ടുപേരും കൂടി ഒരു കിണറ്റിൻ്റെ അരികിൽ ചെന്നിരുന്നു. അപ്പോൾ അവിടേക്ക് വന്നത് ഒരു യുവതിയാണ്. തലയിൽ തട്ടമിട്ടിരുന്നു, മുഖം മറച്ചിരുന്നില്ല, വസ്ത്രങ്ങളും കറുപ്പായിരുന്നില്ല, തോളിൽ വെള്ളം നിറയ്ക്കാനുള്ള കുടം. ആൽക്കമിസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാൻ ഇംഗ്ലീഷുകാരൻ പറഞ്ഞതനുസരിച്ച് അവൻ അവളുടെ അരികിലേക്ക് ചെന്നു. ഒരു നിമിഷം കാലം അവൻ്റെ മുമ്പിൽ മരവിച്ച് നിന്നതുപോലെ, പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞു കുതിക്കുന്നത് പോലെ. അവൻ ആ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കവേ അവളുടെ ചുണ്ടുകൾ മെല്ലെയൊന്ന് ചലിച്ചു. മൗനമല്ല, എന്നാൽ പുഞ്ചിരി എന്ന് പറയാനും വയ്യ. അവന് തോന്നി, ആരും എവിടെയും എപ്പോഴും മനസ്സിലാക്കുന്ന സാർവലൗകികമായ ആ ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണിത്. മനസ്സിൽ മുളപൊട്ടുന്ന ഈ ഭാഷ, പ്രേമം. അതിന് മനുഷ്യചരിത്രക്കാളും പഴക്കമുണ്ട്. ഈ മരുഭൂമിക്കാളും പൗരാണികതയും ഉണ്ട്. 2 ജോഡി കണ്ണുകൾ പരസ്പരം ഇടയുമ്പോൾ മനസ്സിൽ ഉരുത്തിരിയുന്ന ഭാഷ. ദാ ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ. അവൾ മൃദുവായി ചിരിച്ചു. അവന് തോന്നി, അതൊരു നിമിത്തമാണല്ലോ. എന്താണ് ഏതാണ് എന്ന രൂപമില്ലാതെ ഇത്രയും നാളും താൻ കാത്തിരുന്ന ആ എന്തോ ഒന്ന് ഇതായിരിക്കുന്നു. അവന് തോന്നി, തൻ്റെ ജീവിതത്തിൽ പങ്കുകാരിയെ എത്തിച്ചേരാൻ നിയോഗിക്കപ്പെട്ട ആ യുവതി തന്നെയാണെന്ന്. പ്രിയമുള്ളവരെ, ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശം 7ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയുടെ ടെയിലിൽ ആൽക്കമിസ്റ്റ് വീഡിയോയുടെ മുഴുവൻ പ്ലേലിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഭാഗങ്ങളും തുടർച്ചയായി ക്രമത്തിന് കാണാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.